അപ്പുറത്തുള്ളവരുടെ കൈ കഴുകി വെളുപ്പിക്കാൻ അപ്പുറത്തുള്ളവരെ മോഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അത് ചെറിയ കുട്ടികളൊക്കെ സ്കൂളുകളിൽ പറയുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാവുന്ന നിലപാടല്ല എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഞാൻ തിരികെ എത്താം. ശ്രീ കേസരി യാസുദ്ദീൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ പോലും ചോദിച്ചു, എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന പല പേരുകളും വരുമ്പോൾ എന്തിനാണ് ഇത് ചുമക്കുന്നത്, പാർട്ടിക്ക് ധാർമ്മികതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെയല്ല അങ്ങനെയാണ്, അതിൻ്റെ ധാർമ്മിക വശങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കൈ കഴുകിയ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനകൾ എന്തിനാണ് ഷാഫി പറമ്പിലിനൊക്കെ വഴി തടയുന്നത്? ഒന്ന്, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി നടത്തിയിട്ടുള്ള ചർച്ച അദ്ദേഹത്തിൻ്റെ അപഹാസ്യമായ വാദഗതികളെക്കുറിച്ച് ഞാൻ ആദ്യം നല്ല നമസ്കാരം പറയാം. ഇത്രമേൽ അപഹാസ്യമായിട്ട് ഇതുപോലെ ഒരു ഡിബേറ്റിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇതുപോലെ ഒരു ഹാബിച്വൽ ഒഫൻഡറെ, ഒരു പേർവേർട്ടിനെ ഈ നാടാകെ അപമാനത്തിന് ഇരയായി നോക്കിക്കാണുന്ന വൃത്തികെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ന്യായീകരിക്കാൻ ഇതുപോലൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു, ഇങ്ങനെ ഒരു ഓപ്പൺ ഡിബേറ്റിൽ വന്നിരുന്ന് അദ്ദേഹത്തെ പോലെ ഒരു ക്രിമിനലിനെ ന്യായീകരിച്ചതിൽ വലിയ അല്ല താങ്കൾ ഉണ്ടെന്ന താങ്കൾ ഇതെല്ലാം പറയുമ്പോ, ഈ വൃത്തികേടുകളെല്ലാം പറയുമ്പോ ഞാൻ ഇവിടെ ഇരുന്ന് ക്ഷമയോടെ കേൾക്കുകയായിരുന്നു. അല്ല താൻ സംസാരിക്കണ്ട, ഞാൻ പറയട്ടെ. അല്ല താങ്കൾ ഇവിടെ ഇരുന്ന് ഇതുപോലെ ഈ ഹാബിച്വൽ ഒഫൻഡറെ, ഈ പേർവേർട്ടിനെ, ഈ ക്രിമിനലിനെ, ഈ തെമ്മാടിയെ, ഈ പീഡന നായകനെ ന്യായീകരിക്കുമ്പോ ആരെ വാക്ക് മിണ്ടാതെ ഞാൻ എന്റെ ജനാധിപത്യ ബോധത്തോടെ ഞങ്ങളെല്ലാം ഇവിടെ കേട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മിണ്ടണ്ട. അവിടെ താങ്കളുടെ ഊഴം വരുമ്പോ പറഞ്ഞാൽ മതി. ആദ്യം അല്ല അപർണയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഊഴം വരുമ്പോ മറ്റൊന്ന് ഇവിടെ പറഞ്ഞു. മറ്റൊന്ന് ഇവിടെ ഇന്നലെ പത്രസമ്മേളനം നടത്തി കൈയൊക്കെ അല്ല ഇവിടെ ഇന്നലെ താങ്കൾ മിണ്ടാതിരിക്കുന്നേ താങ്കളുടെ നിലവാരമൊക്കെ ഇനി അല്ല KPCCയുടെ ക്യാപ്സ്യൂളൊക്കെ 2-3 ദിവസം തയ്യാറാക്കി ഇവിടെ പറഞ്ഞതൊക്കെ ജനങ്ങള് വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പൂർവ്വകാല ചരിത്രവും സരിതയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ടും അതിൽ പരാമർശിക്കപ്പെടാതെ പോയ എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് എന്നതും അവര് നടത്തിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഞാൻ ആ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. മരണപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് ഉൾപ്പെടെ മരണപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് ഉൾപ്പെടെ പലതും പറയേണ്ടി വരും. പറയിപ്പിക്കരുത്. നമ്മളൊക്കെ ബഹുമാനത്തോടു കൂടി കാണുന്ന മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രിമാരെ കുറിച്ച് ഉൾപ്പെടെ സരിതയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കപ്പെട്ട റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വാക്കുകൾ ഉൾപ്പെടെ എന്റെ വായിൽ നിന്ന് എടുത്ത് പുറത്തിടിക്കരുത്. നിങ്ങൾ ഇവിടെ മുകേഷിനെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാനൊന്ന് പറയട്ടെ, ഞങ്ങൾ ആരെയും ഓൺ ചെയ്യുന്നില്ല, ഞങ്ങൾ ന്യായീകരിക്കല്ല ചെയ്യുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വൃത്തികെട്ടവനെ ഹാബിച്വൽ ഒഫൻഡറെ നോക്കൂ, ഇതുപോലെ ഒരു പെർവേർട്ടിനെ ന്യായീകരിച്ച താങ്കളെ പിന്നെ മഹാനെന്ന് വിളിക്കണം. ഇതുപോലെ ഒരു പെർവേർട്ടിനെ ന്യായീകരിക്കാൻ ഒരു ഉളുപ്പമില്ലാതെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നവനെ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു കൊണ്ടുവരുമ്പോൾ എങ്ങോട്ട് കൊണ്ടുവരും? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു കൊണ്ടുവരുന്നത് ഈ പാലക്കാടിന്റെ മണ്ണിലേക്കാണെങ്കിൽ നാളെ കൊണ്ടുവാ. ഇപ്പൊ ഞാൻ ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് കൂടെ വെല്ലുവിളിക്ക. പാലക്കാടിന്റെ മണ്ണിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾ എത്ര യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ സർവ്വസന്നാഹങ്ങളെയും അന്വയിച്ച് നാളെ നിങ്ങൾ കൊണ്ടുപോവാ. പാലക്കാട് കോട്ട മൈതാനത്ത്, അതല്ലെങ്കിൽ പാലക്കാട് നോക്കൂ, നിങ്ങളെ പാലക്കാടിന്റെ ഏതെങ്കിലും ഒരു മണ്ണിൽ നിങ്ങൾ കാല് കുത്തിക്ക്. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞല്ലോ. എവിടെ നിങ്ങളുടെ MLA? ഞങ്ങള് വെല്ലുവിളിക്കുകയാണ്. എവിടെ ഡിവൈഎഫ്ഐ? എവിടെയാണ്? അല്ല റിയാസുദ്ദീൻ, അതായത് നിങ്ങൾ അല്ല അതിനൊരു പ്രശ്നമുണ്ട്. അതായത് അല്ല ഞാൻ ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല CPM DYFI എന്ന് തന്നെയാണോ?
ഒരു തർക്കമില്ല. ഞങ്ങള് വെല്ലുവിളിക്കുകയാണെന്ന്. ഞങ്ങള് അപർണ ഒരു കാര്യം പറയട്ടെ, ഈ MLA ഈ നാടിനാകെ അപമാനമായി. നോക്കൂ, 1-2 ആളുകൾക്കെതിരെയല്ല. ഒരു നമ്മുടെ നാട്ടില് 10ഓളം വരുന്ന പെൺകുട്ടികളെ നോക്കൂ ലൈംഗികമായി ചൂഷണം ചെയ്ത് അവരെ ഗർഭിണികളാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി അതിലൂടെ എത്രയോ നോക്കൂ ഗർഭസ്ഥ ശിശുക്കളെ കൊലപ്പെടുത്തിയ ഒരു ക്രിമിനലായിട്ടുള്ള ഒരു കൊലപാതകയായിട്ടുള്ള ട്രാൻസ് വിമൻസിനോട് പോലും വളരെ മൃഗീയമായി പെരുമാറുന്ന ഒരു ഗതികെട്ടവൻ, അവനെ കുറിച്ചല്ലേ ഇന്നലെ നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട ഒരു ടെലിവിഷൻ അവതാരകൻ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞല്ലോ. അവന്തികയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തത വരുത്തിയപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഏതെങ്കിലും ഓഡിയോ ക്ലിപ്പുകൾ, ടെലിഫോൺ സംഭാഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ആധികാരികത അത് എന്റേതല്ല എന്ന് പറയാൻ എപ്പോഴെങ്കിലും തയ്യാറായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴെങ്കിലും തയ്യാറാണോ? കഴിയുമോ? ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. അപ്പൊ ഇപ്പൊ ഒളിച്ചിരിക്കുകയാണ് അടൂരിലെ വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടി. ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ പൊട്ടിച്ച ബോംബല്ല. ഇന്നലെ നോക്കൂ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഒരു ബോംബ് പൊട്ടാനുണ്ട്, കരുതിയിരുന്നോ? ഇന്നിപ്പോ ബോംബ് പൊട്ടി. ഇത്ര വൃത്തികെട്ട രീതിയിൽ അപഹാസ്യരായി ഒരു പാർട്ടി മാറാൻ പറ്റുണ്ടോ? അവരകപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ ഒരു നൈതികതയും ഇല്ലാതായപ്പോ, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടപ്പോ, ജനങ്ങൾ തെരുവിൽ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ എത്തിയപ്പോ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായപ്പോ പരസ്യമായി ഇപ്പൊ നാട്ടിലെ ആളുകളുടെ മറ്റേ മതിലുചാട്ട കഥകളെ കുറിച്ച് അന്വേഷണം. ഇപ്പൊ KPCC പ്രസിഡന്റിന്റെ പണി, പ്രതിപക്ഷ നേതാവിന്റെ പണി, ഇപ്പൊ ബസന്ത് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പണി, നാട്ടിലെ ഏതൊക്കെ പാർട്ടിയിൽപ്പെട്ട ആരൊക്കെ രാത്രി മതില് ചാടുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തണം. ഇപ്പോ അല്ല കാര്യത്തിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള ആളുകൾ രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ ഉറക്കം ഒഴിച്ചിരുന്ന് പണ്ട് സരിതക്കൊക്കെ നിരന്തരമായി കോൾ ചെയ്തിരുന്ന ആളുകളാണല്ലോ, വീഡിയോ കോളൊക്കെ ചെയ്തിരുന്ന ആളുകളാണല്ലോ. അപ്പൊ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ക്രിമിനൽ, ഹാബിച്വൽ ഒഫൻഡർ, ക്രിമിനൽ പെർവേർട്ട്, ആ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് വരെ ഞങ്ങൾ സമരത്തിലാണ്. അയാളെ സംരക്ഷിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തെ കോൺഗ്രസിന് തന്നെ, ഈ രാജ്യത്തെ TP Sindhu